ആഗോള പ്രശ്നം കണ്ടാലോ? വാസ്തവത്തിൽ പോലീസുകാർക്കെതിരെ ഇത്രയധികം ശക്തമായി വേറെ ആരെങ്കിലും നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇച്ചിരി കിട്ടട്ടെ, അങ്ങോട്ടും കിട്ടട്ടെ, അവർക്കും കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് പെൺ പോലീസുകാർ പെട്ടുപോയത് കണ്ടപ്പോൾ പാവം തോന്നി. കൊട്ടാരക്കര നടന്നൊരു സംഭവമാണ്. ഭയങ്കര യുദ്ധമാണ്. ട്രാൻസ് വിഭാഗം ആൾക്കാരും പോലീസുകാരും തമ്മിൽ യുദ്ധമയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ബാധിക്കപ്പെടുന്ന കുറേ പേര്, ഒത്തിരി പേര് നിറച്ച് റെഗുലർ, ഞാൻ രാവിലെ തൊട്ടേ കാണുന്ന വീഡിയോസിന് മേൽ വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സത്യത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് വട്ടാണോ എന്തോ, പെണ്ണ ആണെന്ന് പറയാൻ പറ്റത്തില്ല, ട്രാൻസ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇവരെ ഇതിനായിട്ട് തന്നെയാണ് സമൂഹം എടുക്കുന്നതെന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതിൽ കൂടെ കിട്ടുന്നൊരു റവന്യൂ മറ്റൊരു തൊഴിലും ഇവർക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, നാദിറ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അവരൊക്കെ വന്നിട്ട് നന്നായിട്ട് ഈ ട്രാൻസ് വിഭാഗത്തിനെ ശരിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ശരിക്കും പുനരുദ്ധാരണം എന്ന രീതിയിൽ അവരെ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ഒത്തിരി എഡ്യൂക്കേറ്റഡ് ഫെലോസും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കും, അല്ലെങ്കിൽ കളിയാക്കും. സമൂഹത്തിൽ അവർക്കുള്ള ഈ അവരെ കൊണ്ട് എവിടെയെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷനോ മറ്റൊക്കെ പോയി ആളുകൾ കളിയാക്കുന്നവരൊക്കെ വീട്ടിൽ വന്ന് വളരെ പ്രയാസത്തോടു കൂടി പറയുമ്പോഴാണ് ഇവർ ഈ ഒരു കൂട്ടായ്മയുടെ ട്രാപ്പിലേക്ക് പോയി പെടുന്നത്. ട്രാപ്പാണ് ആ കൂട്ടായ്മ. ഇവർക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് പോയി പെട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ക്രോസ് കല്യാണം. അതായത് ഇപ്പോൾ ട്രാൻസ് വിമണായിട്ടുള്ള ആളും ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ആളും കല്യാണം കഴിച്ചാൽ പോരെ. ഇപ്പോൾ ബോഡിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ നിൽക്കേണ്ടല്ലോ. അപ്പോൾ അതൊരു നല്ല സൂപ്പർ കല്യാണമായിട്ട് മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ സിയ പൗലും അവനും കല്യാണം കഴിച്ചതും അതിൽ കുട്ടി ഉണ്ടായതും. അപ്പോൾ ഇനി അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പോരെ. ഇനി അവർക്ക് അങ്ങനെ ഒരു ഉച്ചനീചത്വം വരുന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇവൻ ഭാര്യ അവൻ ഭർത്താവ് എന്ന ടൈം വരുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനൊക്കെ വല്ല മൂല്യമുണ്ടോ? ഈക്വലായിട്ടല്ലേ പാർട്ട്നേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടെ ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് അധികാരി എന്നൊരു ടൈം. ഇന്നപ്പം അതൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഈ പ്രഹസനം എന്നൊക്കെയാണ്. അപ്പോൾ വിഷയത്തിന് അധിഷ്ഠിതമായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ അധികാരികൾ കൂടെ കിടക്കാൻ ക്ഷണിക്കുന്നു എന്നാണ് ഇവർ പറയുന്ന ഇത്. അതിനെതിരെ ഇവരൊരു സമരം അങ്ങോട്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമരം നടക്കുന്നതിൽ അക്രമാസക്തമാവുകയാണ് ഇവർ ഓരോരുത്തരും. പോലീസുകാർക്ക് ഇട്ട് അറ്റികിട്ടി 1-2 പേരുടെ തലയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചെന്ന സോഡാ കുപ്പിയൊക്കെ വാരി എറിഞ്ഞു. എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ടെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയി പറ്റുകൾക്ക്. എല്ലാവരും മത്സരിച്ച് അങ്ങോട്ടും അടി ഇങ്ങോട്ടും അടി, ഒരു രക്ഷയില്ലാത്ത അടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ ചേർത്ത് വയ്ക്കാം. രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ സ്പോട്ടുകളിൽ ആൺ പോലീസ് വണ്ടിയിൽ ഡ്യൂട്ടി സമയത്ത് വന്ന് വെയിറ്റ് ചോദിക്കുക, വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഓടിക്കും, നിങ്ങളെ അടിക്കും, കള്ളക്കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വനിതാ പോലീസ് വന്നു? ഇത്തരം മോശം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക, ട്രാൻസ്പോർട്ടിന് നീതി നടപ്പാക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കേൾക്കേണ്ടതാണ്. ജീവിതത്തിൽ താളം തെറ്റിയ ഒരു പറ്റം മനുഷ്യരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് ജീവിക്കാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയം അവരെ മാതാപിതാക്കൾ തെരുവിൽ ഉപേക്ഷിക്കണം. ആ തെരുവിൽ ഉപേക്ഷിക്കുന്ന സമയം മുതൽ അവരെ പിന്നീട് സംരക്ഷിക്കാനുള്ള നിയമപാലകരാണ്. ഈ നിയമപാലകരുടെ മുമ്പിൽ ഒരു പെറ്റീഷനുമായി ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനാവസ്ഥയുമായി നമ്മൾ ചെല്ലുകയോ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ അനുഭവിക്കുന്ന വിവേചനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരികയാണ്. ഒപ്പം തന്നെ വ്യാജ പരാതികൾ, അതായത് വ്യാജ എഫ്ഐആറുകൾ ഇട്ട് സ്ത്രീ സുരക്ഷകൾ, അതായത് BNS ആക്ട് പ്രകാരം 73 മുതൽ 79 വരെ BNS ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉറപ്പാക്കിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങൾ ചെന്ന് കരഞ്ഞും നിലവിളിച്ചും മാർച്ചുകൾ നടത്തിയും ഞങ്ങൾ അവകാശങ്ങൾ മേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കാണണം, അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കാണണം, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കാണണം, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാരവാഹികളും ഇത് കാണുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നത് ആവശ്യപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇന്നലെ SP ഓഫീസിൽ പോകാനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ, ഇവിടെ ഒരു 7ഓളം കുട്ടികൾക്ക് കൊട്ടാരക്കര സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് ഉണ്ടായത് അവർ അറിഞ്ഞിട്ടില്ല. ആ കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമൻസ് വരുന്ന സമയത്താണ് അവർ അറിയുന്നത്. സമൻസ് വരുന്നതും ഞങ്ങൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ അടുത്ത് പോയി ഞങ്ങളുടെ സംഘടനാവസ്ഥ പറയുമ്പോൾ അവിടുന്ന് റൂറൽ പോലീസ്, അതായത് കൊട്ടാരക്കര റൂറൽ പോലീസിനെ വിളിച്ച് അവിടുന്നാണ് ഞങ്ങൾക്ക് പിന്നെ സമൻസ് ഞങ്ങളുടെ കൈവശം വരുന്നത്. കേസ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ തടസ്സപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ ഒരു വനിതാ പീസ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. വനിതകൾ സംസാരിക്കേണ്ട സ്ഥലത്ത് വനിതകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഒരു മെൻ പോലീസ് വന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ പാടില്ല. ഞങ്ങൾക്ക് നേരെ, അതായത് ഞങ്ങൾ വഴങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഴങ്ങാത്തതിന്റെ പേരിൽ വ്യാജ എഫ്ഐആർ ഇട്ടതിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇതാണ് നടന്ന സംഭവം. ഇതിനകത്ത് ഞാൻ പോലീസുകാർക്കൊപ്പമാണ്. എന്താ കാര്യം എന്നറിയാമോ? പോലീസ് അതിനകത്ത് ഭയങ്കരമായിട്ട് അവർ ഒരു സംയമനം പാലിക്കുന്നുണ്ട്.
അതിൻ്റെ കാരണം എന്തെന്ന് അവർക്ക് സർക്കുലർ ഉണ്ട്. ഈ വിഭാഗം ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് സർക്കുലർ ഉള്ള ഇടത്ത് ഇവരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ ആദ്യം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ താമസിക്കുന്ന സ്പോട്ടുകളിൽ വന്ന് ഞങ്ങളോട് രാത്രിക്ക് ബോഡി ഷെയർ ചെയ്യാൻ പറയണം. കൊട്ടാരക്കര തന്നെ നിങ്ങൾ ലേറ്റ് നൈറ്റ് സഞ്ചരിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ പല കേസിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് ലേറ്റ് നൈറ്റാണ് ഞാൻ ചൂസ് ചെയ്യുക, ഡ്രൈവ് ചെയ്ത് പോകാൻ. ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ട് ഇവറ്റകൾ വന്ന് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവരടുത്തൊന്നും ഒരു റേറ്റ് ചോദിക്കുന്നെങ്കിൽ ഇപ്പം എന്താ കുറ്റം ഇരിക്കുന്നത്? നിങ്ങൾ അതിനല്ലേ അവിടെ നിൽക്കുന്നത്? പാലത്തിൻ്റെ അടി പോവുക, പാലാരി വിട്ട പാലത്തിൻ്റെ അടി ഇതിൻ്റെ പരിപാടി എന്നാണ് കേട്ടിട്ടുള്ളത്. കൂടുതൽ ഇവരാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, നിങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ഒരു കുന്തോ അറിയത്തില്ല. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതുപോലെ തോന്നിവാസം കാണിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും അവസാനം എന്നുള്ളതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഇടയ്ക്ക് തടസ്സം അവരങ്ങനെ ഒരു ശല്യം ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. ആ കേസ് പിൻവലിക്കണമെന്നാണ് പറയണേ. ആ പിൻവലിക്കണം എന്ന് പറഞ്ഞ റിക്വസ്റ്റിന് ചെന്നപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു അത്രേ എൻ്റെ കൂടെ വന്നൊന്ന് കിടക്കുമോ എന്ന്. കൂടെ കിടന്നാൽ മതിയോ? വേറെ എന്താ നടക്കാനാ? എന്ത് തന്നെ ആയാലും സെക്ഷൽ ടോർച്ചർ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മീഡിയാസില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ അത് സമാധാനപരമായിട്ട് നടന്നുകൂടെ? അവിടെയുള്ള പൊതുജനങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിലൊരു ബൈക്കുകാരനെ ശരിക്ക് അടിക്കാൻ ഓടിക്കുക മാത്രമല്ല കല്ലെടുത്ത് തലിക്കൂടെ ഇടാൻ നോക്കി. പോലീസുകാരൻ പിടിച്ച് താഴെ ഇട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അയാൾ. അപ്പോഴും കുറേ നാടകമൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഒരു വാല്യൂവും പൊതുസമൂഹം കൊടുക്കത്തില്ല. ദയുണ്ട്. നമുക്ക് ജനറ്റിക്കൽ ഒരു ഇഷ്യൂ ആയിരുന്നു, അതിൻ്റെ പേരിൽ ആളുകൾ നമുക്ക് ഒരു സാധാരണ വായ്പൂടെ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറവായിട്ട് കാണരുത്. അവർക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത്. മനസ്സിലാക്കി നിങ്ങൾക്കൊരു സ്പേസ് തരുമ്പോൾ തലയെ കയറിയിരുന്ന് നിരങ്ങരുത്. ഇത് സത്യം പറഞ്ഞാൽ നല്ല പൊട്ടീറ്റിൻ്റെ കുറവാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ആ പോലീസ് ഉദ്യോഗസ്ഥകൾ എന്ത് ചെയ്തു? അവർക്ക് അത്രയും ഹെൽത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവരോട് പിടിച്ചേക്കത്തില്ല. കാരണം മൂന്നാണുങ്ങളുടെ ബലവും കൊണ്ടാണ് വെച്ചുകൾ നിൽക്കുന്നത്. പിന്നെ സ്ത്രീകളെ അവഹേളിക്കാൻ ഇവർ ശരിക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇതിനെതിരെ പോലീസുകാരോ പൊതുസമൂഹമല്ല, സ്ത്രീകളാണ് മുൻപോട്ട് വരേണ്ടത്. ഞങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ വേഷം കെട്ടി നടക്കാറില്ല. ഇതെന്തൊരു വേഷം കെട്ടലാണ്? കുറേ ചായവും വാരി തേച്ച്, കുറേ വിഗും വെച്ച്, സാരിയും ഉടുത്ത് വൾഗറായി ശരീരവും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക തരം. ഇതാണ് ഒരു സ്ത്രീത്വം ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ഹോർമോൺ ആധിക്യം, അത് സ്ത്രീ ആകാൻ ഉള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് ഉണ്ടാകും, സമ്മതിച്ചു. പക്ഷെ സ്ത്രീ എന്താണെന്ന് വല്ല രൂപമുണ്ടോ? എന്താണ് സ്ത്രൈണത? എന്താണ് സ്ത്രീത്വം? ഇതെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇറ്റളി കാണിക്കുന്നത്? ഇനിയെങ്കിലും അടുത്ത കമ്മിങ് ജനറേഷനിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പുറത്ത് വിടരുത്. പഠിപ്പിക്കുക, നല്ല ജോലിയിലാക്കി കൊടുക്കുക. എത്രയോ കുട്ടികൾ ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനിലൊക്കെ ഞാൻ പോയ ഒരുപാട് കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നത് കാണാം. ആ ജോലിയിൽ നിന്ന് വരുന്ന വരുമാനം മതി എന്നങ്ങോട്ട് തീരുമാനിക്കാം. മറ്റേ വരുമാനത്തിന് ഇവർ പോയിട്ട് തന്നെയാണ് ഇവർക്ക് ഈ അബ്യൂസ് ഏർപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ നിന്ന് എത്രയോ പേര് പുറത്തേക്ക് പോകുന്നുണ്ട്, ചിലർ പിണങ്ങി ഇറങ്ങി പോകാറുണ്ട്. അവരെയൊക്കെ നടുറോട്ടിയിട്ട് ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണോ? ഒന്നുമല്ല. എന്തുകൊണ്ടാണ്? അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ പോയി പെട്ടുകൊടുക്കുന്നത് കൊണ്ടാണ്. ആ ക്ലവർനെസ് ഇല്ലാത്തവർ ഈ ഒരു സംഗതിയും പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങാതിരിക്കുക. ഇവരുടെ ഈ സംഘടന തന്നെ വേസ്റ്റാണ്. ഈ സംഘടന ഇവർ ഒരു രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല. ഇടയ്ക്കൊരു ട്രാൻസ് പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ? അതിൽ മിക്കവാറും ആൾക്കാർ കുത്തിക്കയറിയവരാണ്. സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാൻ മടിയുള്ള, അത്യാവശ്യം ഈ കളി കളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ ഇതുപോലെ സ്ത്രീവേഷം കെട്ടി പാലത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. അവരാണ് ഈ കമ്മ്യൂണിറ്റി ഒന്നടങ്കം അവഹേളിക്കാൻ ഇട്ട് കൊടുക്കുന്നത്. അപമാനകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ അടി കിട്ടുന്നത്. ഇനി എമ്മാതിരി അടി പോലീസ് അടിച്ചിട്ടുണ്ടാവും. ഒത്തിരി പോലീസ് വന്നിറങ്ങി ഭയങ്കര പ്രശ്നം നടന്നതാണ് കൊട്ടാരക്കര. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ ട്രാൻസ് വിഭാഗത്തിന് ഒന്നടങ്കം ആട്ടി അധിക്ഷേപിക്കുന്നതല്ല, പക്ഷേ സത്യം അതാണ്. നിങ്ങൾക്ക് പെണ്ണാകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇങ്ങനെ കിടന്ന് വേഷം കെട്ടിയല്ല കാണിക്കേണ്ടത്. ആണ് പെൺവേഷം കെട്ടിയിട്ട് വന്നിട്ട് അതിൽ അങ്ങനെ ഒരു വിഷയമുള്ള ആൾക്കാർക്ക് പോലും അപകടമാകുന്ന രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഇവരോട് പെരുമാറുമ്പോൾ, ഇവരോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം. കാരണം നിയമം ഇവർക്ക് അനുകൂലമാണ്. ഇവരെ അംഗീകരിച്ചത് കേരളീയരാണ്. അപ്പോൾ കേരളീയർക്ക് ഇട്ട് തന്നെ ഇവർ താങ്ങണം എന്നുള്ളതാണ് സത്യം. ഇവറ്റുള്ള തമിഴ്നാട്ടിൽ അറുവാണികൾ എന്നാ പറയുക. അതുമല്ല കൊട്ടിപ്പാട്ട് ഇങ്ങനെയാണോ പെണ്ണുങ്ങൾ ചെയ്യുക? പെണ്ണുങ്ങൾ ഏതെങ്കിലും ആണുങ്ങളെ കാണുമ്പോൾ കൊട്ടിപ്പാടുകയാണോ ചെയ്യുന്നത്? അതെന്ത് രീതിയാണത്? ഉടനെ ഒരു കൈതട്ടി ഒരു കളി. ഇനി ഇതൊന്നും പോരാതെ അവരുടെ അടുത്ത് പൈസ ചോദിക്കുന്നു. നിങ്ങൾക്ക് പൈസ ആരെങ്കിലും കൊടുത്ത് ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നു അവരുടെ അടുത്ത് പൈസ വയ്ക്കാൻ. പൊതുസമൂഹത്തിൽ ആണുങ്ങൾ അവിടെ നിൽക്കണം, അവരുടെ അടുത്ത് പോയി കൊട്ടിപ്പാടി പൈസ വയ്ക്കും. കൊടുത്തിട്ടില്ല വെച്ചാൽ പച്ച തെറി വിളിക്കും. ഒരു ഭയങ്കര ശാപവും തെറി വിളിയുമാണ്. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കേണ്ട ഗതികേട് എന്താ ബാക്കിയുള്ളവർക്ക്? അപ്പോൾ തീർച്ചയായിട്ടും പൊതുസമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരണമാണ് ഇവിടെ കണ്ടത്. ഇനി ഈ വിഷയത്തിൽ പോലീസ് ഒരാളുടെ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് പേരുടെ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് പോയത് ഇപ്പം ആ കൂട്ടത്തിലുള്ള മിക്കവാറും ആൾക്കാർക്ക് കുറേ അധികം ദിവസം ജയിലിൽ കിടക്കാനുള്ള വകുപ്പാക്കി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. പോലീസുകാരോട് ഗുസ്തി പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ടാൽ, ഇത്രയും കൂട്ടായ്മയില്ലേ, നിങ്ങൾ ഇത്ര പേരില്ലേ, എല്ലാവരും കൂടെ ചേർന്ന് ഒരു വക്കീലിനെ സജസ്റ്റ് ചെയ്ത് വക്കീലിനോട് കാര്യം ചോദിച്ചിരുന്നെങ്കിൽ വിശദമായി കൃത്യമായി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുമായിരുന്നു. അല്ലാതെ തൊപ്പി തെറിപ്പിക്കാൻ പറ്റുമായിരുന്നു നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പഴി പറഞ്ഞാൽ അവർക്കും ഉണ്ടല്ലോ കൂട്ടായ്മ. നിങ്ങൾക്ക് കൂട്ടായ്മ ഉള്ളതുപോലെ പോലീസുകാർക്കും കൂട്ടായ്മ ഉണ്ടാവും.
അവർ നിയമം പരിപാലിക്കേണ്ടവരാണ്. നമ്മളുടെ സ്വത്തിനും ജീവനും അവരാണ് സംരക്ഷണം തരുന്നത്. അവരെ ഇത്ര അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വിഷയത്തിൽ പോലീസുകാർ ഇന്നസെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ കുത്തിക്കടപ്പിന് നല്ല ഇടി അവർ തന്നിട്ടുണ്ടെങ്കിൽ കണക്കായിപ്പോയി. അടിയും തടിയും കല്ലുമൊക്കെ എടുത്തുകൊണ്ട് കൂടി ചെല്ലിയാണ് തല്ലാനായിട്ട്. വിടുമോ അവർ? കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചല്ല, കൂടുതൽ കുത്തിക്കഴപ്പാണ്. പ്രത്യേകിച്ച് അടൂർ ഭാഗത്തൊക്കെ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. എനിക്കൊന്ന് ഇവരുടെ ഒരു കേന്ദ്രം തന്നെ അതാണെന്ന്. എറണാകുളം അടൂരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ വിഭാഗം. ഭയങ്കരമായിട്ട് ഇവരെ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട്. കാരണം ഇവർ പെൺവേഷം കെട്ടിയെന്നേ ഉള്ളൂ. കായിക ബലം ആണിൻ്റെ തന്നെയാണെന്ന് മറന്നുകൊണ്ട്. മാത്രമല്ല തിന്ന് മരിച്ച് വേറൊരു പണിയും ചെയ്യാൻ നടക്കുന്ന ഇവർക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്. അവർ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യും. മാക്സിമം ജനങ്ങളൊക്കെ കാണണമെങ്കിൽ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചപ്പോഴേ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഭിക്ഷ എടുക്കുന്നതാണ് സ്ഥിര പരിപാടി. അതും ഒരു റൈറ്റ്ഫുൾ ആക്ട് ആയിട്ടാണ്, ഞങ്ങളുടെ അവകാശമാണ്. ഇത് കാണുമ്പോൾ തന്നെ ചേരിപ്പൂരി ഒരെണ്ണം കൊടുക്കാൻ തോന്നും. വാട്ട് നോൺസെൻസ്! ഇതല്ല സ്ത്രീത്വം, ഇതിനെയല്ല സ്ത്രീ എന്ന് പറയുന്നത്. അതെന്താ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളാവുന്നുണ്ടല്ലോ, അവരിങ്ങനെ വന്ന് കൊട്ടിപ്പാടുന്നില്ലല്ലോ. നിങ്ങൾ ആണുങ്ങൾ പെൺവേഷം കെട്ടി കൊട്ടിപ്പാടി പൈസ വാങ്ങിക്കുന്നത് എന്താ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതൊക്കെ കുത്തിക്കഴപ്പും വിയർപ്പിൻ്റെ അസുഖവുമുള്ള കുറേ നാറികളുടെ കലാപരിപാടികളാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്